ഹലോ, വേദനയെ കുറയ്ക്കാൻ സഹായിക്കുന്ന സ്പൈസസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമതായിട്ട് മഞ്ഞളാണ്. മഞ്ഞളിലുള്ള കുർക്കുമിൻ എന്ന കണ്ടന്റ് ഒരു നാച്ചുറൽ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വേദന മാത്രമല്ല ഇൻഫ്ലമേഷനിൽ വരുന്നത്. വേദന വരുന്നുണ്ട്, അതുപോലെ അവിടെയുള്ള നീർക്കെട്ട് വരുന്നുണ്ട്, അവിടെയുള്ള ചുവപ്പ് നിറം വരുന്നുണ്ട്, അവിടെയുള്ള ചൂട് വരുന്നുണ്ട്. ഇതിനെല്ലാം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് മഞ്ഞളിലുള്ള കുർക്കുമിൻ എന്ന് പറയുന്നത്. ഈ മഞ്ഞളിന്റെ കൂടെ നമ്മുടെ കുരുമുളകും കൂടി ചേരുന്ന സമയത്ത് വേദന ഇല്ലാതാക്കാനുള്ള ആ ഒരു പ്രോപ്പർട്ടി നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്ന ചില പഠനങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയിലുള്ള സൾഫർ കണ്ടന്റ് വേദനയെ നല്ല രീതിയിൽ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് വരുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയും ഈ പറഞ്ഞ രീതിയിൽ തന്നെ മസിൽസിന്റെ കഠിനമായ വേദനയെ നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആർത്രൈറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻസിലൊക്കെ ഇഞ്ചിയുടെ സാന്നിധ്യം, ഇഞ്ചി കഴിക്കുന്നത് വഴി ആർത്രൈറ്റിക് ആയിട്ടുള്ള വേദനയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മളുടെ കറുവപ്പട്ടയാണ്. കറുവപ്പട്ടയും അതുപോലെ തന്നെ ഗ്രാമ്പുവാണ്. കറുവപ്പട്ടയും ഗ്രാമ്പുവും നാച്ചുറൽ ആയിട്ടുള്ള പെയിൻ റിലീവർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സോ വേദനയ്ക്കുള്ള ആൾക്കാരാണെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞളും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ആ വേദനയെ നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഇത് കഴിക്കുമ്പോഴത്തേക്ക് വേദന അങ്ങോട്ട് ഇല്ലാതാകുന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ഒരു സപ്പോർട്ടീവ്സ് ആണ്. നമ്മളിപ്പോ ഒരു ഡോക്ടറെ കണ്ട് മെഡിസിൻസ് കഴിക്കുകയാണ്, ട്രീറ്റ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതും കൂടി കഴിക്കുന്ന സമയത്ത് നമ്മുടെ വേദന നല്ല രീതിയിൽ ഇല്ലാതാകും എന്നാണ് പറയുന്നത്. ഇതെല്ലാം സപ്പോർട്ടീവ്സ് ആണ്. ട്രീറ്റ്മെന്റും ഡോക്ടറെ കണ്ടിട്ടുള്ള ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ മെഡിസിൻസും തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ദൂസ് ഓൾസോ സപ്പോർട്ടീവ്സ്. അപ്പൊ നാളെ വേദനയെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് പറയാം.